പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, വളർത്തുപിതാവിൻ്റെ പിന്നാലെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അടുത്ത സുവിശേഷം ഭാഗ്യപ്പെട്ടവൻ എന്ന് പറയുന്ന ഒരു കാര്യം, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 5-ാമത്തെ വചനം, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നമ്മൾ വിശുദ്ധ ഔസേപ്പിതാവിലേക്ക് നോക്ക്. ഒരു വാക്ക് പോലും ഔസേപ്പിതാവിൻ്റേതായിട്ട് സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നില്ല. ഒരു വാക്ക് പോലും സുവിശേഷം ഔസേപ്പിതാവിൻ്റേതായിട്ട് പറഞ്ഞു വയ്ക്കുന്നില്ല. ഔസേപ്പിതാവിനെക്കുറിച്ച് സുവിശേഷം പറയുന്നു എന്ന് പറയുന്നത് 2-3 കാര്യങ്ങൾ മാത്രം. ഒരു വാക്ക് പോലും മിണ്ടാതെ കടന്നു പോകുന്നൊരു മനുഷ്യൻ. ഇന്ന് നമുക്കറിയാം, ഇന്ന് ലോകത്തിലെവിടെയാണെങ്കിലും ഔസേപ്പിതാവിനോടുള്ള ഭക്തി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നമുക്കുള്ള അനുഭവം നേരെ തിരിച്ചാണ്, അല്ലേ? ലോകം പറയുന്ന അനുഭവം വേറെ തിരിച്ചാണ്. ഇപ്പോൾ നമ്മളൊരു ബസ് വരുന്നു, ബസ്സിൽ കയറാൻ പോകുന്നു. നമ്മൾ എന്താ കാണുന്നത്? ഇടിച്ചു കയറാൻ നോക്കും. പുറകിലേക്ക് മറ്റുള്ളവൻ കയറിക്കോട്ടെ എന്ന് പറഞ്ഞു നിന്നാൽ സീറ്റ് കിട്ടണമെന്നില്ല. ഒരു കോമ്പറ്റീഷൻ്റെ ഒരു ലോകം നമ്മുടെ മുമ്പിലുണ്ട്. മത്സര ബുദ്ധിയുടെ ഒരു ലോകം, മത്സരിക്കുക എന്നത്. ഇന്ന് അതാണ് നമ്മൾ കാണുന്നത്. എവിടെയും ഒരു ബഹളങ്ങളുടെ ലോകമാണ്. പക്ഷേ ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും എന്ന് വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. എന്ന് വെച്ചാൽ എന്താണ് ഈ ശാന്തശീലത എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ബൈബിളിൽ സുന്ദരമായൊരു വചനം നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 25-ാമത്തെ അധ്യായം 37-ാമത്തെ വചനം. ഉൽപ്പത്തി 25-ൻ്റെ 37-ാമത്തെ വചനത്തിൽ സുന്ദരമായൊരു വചനം നമ്മൾ കാണുന്നുണ്ട്. ആ വചനം ഇങ്ങനെയാണ്: കുട്ടികൾ വളർന്നു വന്നു, ഏസാവ് നായാട്ടിൽ സമൃദ്ധനും കൃഷിക്കാരനുമായി. അടുത്ത വചനം: യാക്കോബ് ശാന്തനായിരുന്നു, അവൻ കൂടാരങ്ങളിൽ പാർത്തു. യാക്കോബ് ശാന്തനായിരുന്നു, അവൻ കൂടാരങ്ങളിൽ പാർത്തു. എന്ന് വെച്ചാൽ ശാന്തത, മീക്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് വീക്ക്നെസ്. അത് ബലഹീനതയല്ല, അത് പവറാണ്. ശാന്തത എന്നതുകൊണ്ട് ബൈബിൾ അർത്ഥമാക്കുന്നത് വീക്ക്നെസ് അല്ല, മറിച്ച് ഏത് സാഹചര്യത്തിലും ഒരാൾ കൺട്രോൾഡ് ആകുന്നു. ഒരു കാര്യവും അയാളെ പ്രകോപിപ്പിക്കുന്നില്ല. ഹി ഈസ് ഡിസിപ്ലിൻഡ് ആൻഡ് കൺട്രോൾഡ് ഇൻ എവറി സർക്കംസ്റ്റൻസസ്. ഒരു വ്യക്തി ഏത് സാഹചര്യത്തിലും പ്രകോപിതനാകുന്നില്ല. നമുക്കറിയാം, ഫേമസ് തിയറി തന്നെ, എവറി ആക്ഷൻ ഹാസ് ഇറ്റ്സ് ഓൺ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ്. നമ്മൾ പഠിക്കുന്നതാണ്. എല്ലാ പ്രവൃത്തിക്കും അതിന് തുല്യമായ ഒരു എതിർ പ്രവർത്തനം നടക്കുന്നു. എവറി ആക്ഷൻ ഹാസ് ഇറ്റ്സ് ഓൺ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ, വളരെ ശാന്തമായിരിക്കുന്ന കുടുംബം, പ്രതീക്ഷിക്കാതെ ഭർത്താവ് മദ്യപിച്ചിട്ട് വരുന്നു. ആ മദ്യപാനത്തോട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഭാര്യ. എവറി ആക്ഷൻ ഹാസ് ഇറ്റ്സ് ഓൺ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആ ഭാര്യയുടെ ശാന്തത പോകുന്നു, ആ ഭാര്യയുടെ ഡിസിപ്ലിൻ പോകുന്നു, ആ ഭാര്യയുടെ കൺട്രോൾ തെറ്റുന്നു. പ്രതീക്ഷിക്കാതെ മക്കളോട് വലിയ സ്നേഹം, മക്കളെക്കുറിച്ച് കേൾക്കാൻ പാടില്ലാത്തത് പെട്ടെന്ന് കാതിലെത്തുന്നു, അപ്പൻ്റെ കൺട്രോൾ തെറ്റുന്നു. ഇത് കുടുംബത്തിലുണ്ടാക്കുന്ന ഒരു അസമാധാനമുണ്ട്.
അപ്പോൾ എന്ത് സംഭവിക്കും? ശ്രദ്ധിക്കുക, അവർക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഭൂമി അവകാശമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കിന്നുള്ള ചുറ്റുപാടുള്ള സാഹചര്യങ്ങളെ സന്തോഷത്തോടെ അനുഭവിക്കാൻ പറ്റില്ല. ഞാൻ ഏറ്റവും ചെറിയ കാര്യം കാണുമ്പോഴും ഞാൻ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഐ ആം കൺട്രോൾഡ് ബൈ അതർ. ഞാൻ മറ്റൊരാളാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ ഓഫീസിലേക്ക് ചെല്ലുന്നു. 2 പേര് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ചെല്ലുമ്പോൾ അവരെന്തോ പറഞ്ഞ് ചിരിച്ചിട്ട് എന്നെ നോക്കുന്നു. ഇമ്മീഡിയറ്റ്ലി എനിക്ക് ഉള്ളിൽ ദേഷ്യം, ഉള്ളിൽ ഭയങ്കര അസ്വസ്ഥത. അവരെന്നെക്കുറിച്ചാണ് പറഞ്ഞത്, അവരെന്നെക്കുറിച്ചാണ് ചിരിച്ചത്. എൻ്റെ പീസ്ഫുൾനെസ്, എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. എനിക്ക് അന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ആ ജോലിയുടെ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല. ശ്രദ്ധിക്കുക, ഇത് നമുക്ക് വരുന്നൊരു കാര്യമാണ്. ഏറ്റവും വലിയ പുണ്യങ്ങളിലൊന്ന് ശാന്തത. അതുകൊണ്ട് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു വചനമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നൊരു വചനമുണ്ട്. മത്തായി 11:29 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരാൻ പറഞ്ഞിട്ട് ഈശോ പറഞ്ഞു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുക. ആ വചനം ശ്രദ്ധിക്കുക. മത്തായിയുടെ സുവിശേഷം 11:29 നമ്മൾ ഗൗരവമായിട്ട് ധ്യാനിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട ഒരു വചനമാണ്. മത്തായി 11:29 ഈശോ പറയുന്നുണ്ട്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുക. അവിടെ 28 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ. അപ്പോൾ അവിടെ 2 കാര്യമാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുത്ത് വരിക, ഞാൻ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുക. ഈ വചനത്തിൻ്റെ ബന്ധം എന്താ? അധ്വാനിക്കുന്ന ഒരു ഔസപിതാവിനെ നമ്മൾ കാണുന്നു, ഭാരം വഹിക്കുന്ന ഒരു ഔസപിതാവിനെ നമ്മൾ കാണുന്നു. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അധ്വാനിക്കുന്നു, കുടുംബത്തിന്, ഭാര്യയ്ക്ക്, മക്കൾക്ക് വേണ്ടി. ഭാരം വഹിക്കുന്നു, ആ കുടുംബത്തിൻ്റെ ഭാരം മുഴുവനും തലയിൽ വഹിക്കുന്നു. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ ശാന്തശീലനും ഞാൻ വിനീത ഹൃദയനുമാകൽ എന്നിൽ നിന്ന് പഠിക്കുക. എന്ന് വെച്ചാൽ എൻ്റെ അധ്വാനം, എൻ്റെ ഭാരം വഹിക്കൽ പാഴായി പോകുന്നത് എപ്പോഴാ? എനിക്ക് ശാന്തത നഷ്ടപ്പെടുമ്പോഴാ. ശ്രദ്ധിക്കുക, രാവിലെ മുതൽ മക്കളെ എന്ന് പറഞ്ഞ് അധ്വാനിക്കുന്നൊരപ്പൻ, രാവിലെ മുതൽ മക്കൾക്ക്, ഭർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്നൊരമ്മ. യേശു പറഞ്ഞു, നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാം. ഇനി നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക, ഞാൻ ശാന്തശീലനാണ്. നമ്മുടെ കുടുംബത്തിൽ ഞാൻ അധ്വാനിച്ചതിൻ്റെയും കഷ്ടപ്പെട്ടതിൻ്റെയും ഓടിയതിൻ്റെയും എല്ലാ നന്മകളും കൊണ്ടുപോയി നമ്മൾ നശിപ്പിക്കുന്നത് നമ്മുടെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ, നമ്മളുടെ ചില പ്രതികരണങ്ങളാണ്. ഇത് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. ഞാൻ കുറച്ചുകൂടി കുടുംബത്തിൻ്റെ കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്നൊരു കാര്യത്തെ ഞാൻ പറയുകയാണ്. ഒരു അപ്പൻ, ഒരമ്മ, 2 മക്കൾ. ഈ അപ്പൻ അധ്വാനിക്കുന്നു, ഈ അമ്മ പറമ്പിലും വീട്ടിലുമായിട്ട് അധ്വാനിക്കുന്നു. ഒരു സാധാരണ കുടുംബത്തിൻ്റെ കാര്യമാണ്. മക്കള് പെട്ടെന്ന് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം കാണുമ്പോൾ എൻ്റെ സകല കൺട്രോളും പോകുന്നു. അന്ന് നമ്മുടെ കുടുംബത്തിൽ സമാധാനം, സന്തോഷം ഇല്ലാതാവുന്നു, ഒരാശ്വാസം ഇല്ലാതാവുന്നു. അല്ലേ? നമ്മൾ പറയുന്ന കാര്യമുണ്ട്, ഞാൻ ഇത്രയും നേരം ജോലി ചെയ്തിട്ട് കയറി വന്നിട്ട് ഇപ്പം അവിടെയും എനിക്കൊരു ടെൻഷന്, ഇവിടെ എനിക്കൊരു സ്വസ്ഥതയില്ല. കണ്ടോ, ഇവിടെയും എനിക്കൊരു ശാന്തതയില്ല. ഓഫീസിൽ നിന്ന് 8 മണിക്കൂർ 12 മണിക്കൂർ ജോലി ചെയ്തിട്ട് വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിൽ ശാന്തതയില്ല, വീട്ടിലൊരു സമാധാനമില്ല, വീട്ടിലൊരു സന്തോഷമില്ല. കാരണം എന്താ? കാരണം എനിക്ക് പറയാം, അത് മറ്റുള്ളവരാണ്. മറ്റുള്ളവരാണ് കാരണമെന്ന് പറയുമ്പോൾ, മകൻ അങ്ങനെ ചെയ്തതാണ്, ഭാര്യ അങ്ങനെ പറഞ്ഞതാണ് കാരണമെന്ന് പറയുമ്പോൾ, എൻ്റെ ആയുസ്സിൽ എനിക്കൊരിക്കലും സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താ? ആരൊക്കെ മറ്റുള്ളവരുടെ കുറവുകൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യും, മറ്റുള്ളവരുടെ കുറവുകൾ എന്നെ അസ്വസ്ഥപ്പെടുത്തും. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ, ഇപ്പം ഞാൻ ഒരു ധ്യാനകേന്ദ്രത്തിലാണ്. ധ്യാനകേന്ദ്രത്തിൽ പല ആൾക്കാരുണ്ട്.
പരോളിന് വന്നേക്കുന്നവർ വരെയുണ്ട്. ഇവരെല്ലാം പെർഫെക്റ്റായിട്ടേ ഞാൻ ശാന്തത അനുഭവിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ പൗരോഹിത്യത്തിൽ ഞാൻ ശാന്തത എന്ന് പറയുന്നത് എനിക്കുണ്ടാകുകയില്ല. ഇവരെല്ലാം പെർഫെക്റ്റായിട്ടേ, ഇവരെല്ലാം ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചിട്ടേ ഞാൻ ശാന്തതയും സന്തോഷവും അനുഭവിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയല്ല. എൻ്റെ ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷകരുണ്ട്, അവരെല്ലാം ഞാൻ പറയുന്നത് പോലെ എല്ലാം കൃത്യമായിട്ട് ഓർഡറായിട്ട് ചെയ്തിട്ടേ ഞാൻ ഡയറക്ടർക്ക് ശാന്തത ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഒരിക്കലും ശാന്തമാകുകയില്ല, ഡയറക്ടർ ഒരിക്കലും സമാധാനം അനുഭവിക്കുകയില്ല. അപ്പോൾ എന്താ പ്രശ്നം? ശാന്തത നമ്മൾ പഠിക്കേണ്ടൊരു പുണ്യമാണ്. ഈശോ പറഞ്ഞു ശാന്തശീലത. ഞാൻ അവിടെ കൃത്യമായിട്ട് ഈശോ പറയുന്ന വചനം നമ്മൾ ഓർക്കുക, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുക. ഇതിന് പ്രത്യേകത കൂടിയുണ്ട് ഈ വചനത്തിന്. യേശു എന്നിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞൊരു കാര്യം, ഇത് നിങ്ങൾ പഠിക്കുക, ഇത് നിങ്ങൾ പഠിക്കുക, നിങ്ങൾ അനുഭവിക്കും ഏത് കുരിശിൻ്റെ വഴിയിലും സന്തോഷം, ഏത് പീലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോഴും നിങ്ങൾ അനുഭവിക്കും ഒരു സംതൃപ്തി. നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ചെറിയൊരു കാര്യം, പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ഈ പ്രതികരണമാണ്. നമ്മളെല്ലാവരിലും പ്രതികരിക്കുന്നൊരു വ്യക്തിയുണ്ട്. നമ്മളിപ്പോൾ ചിന്തിക്കും, പ്രതികരിക്കുന്ന ഒരു വ്യക്തി നമ്മളെല്ലാവരിലും ഉണ്ട്. നമ്മൾ ഒരു ചെറിയ ഡിസോർഡർ കാണുമ്പോൾ, ചെറിയ ഒരു കാര്യം തെറ്റായിട്ട് കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കും. പക്ഷെ അവിടെ ആ കുടുംബത്തിൽ, ആ ദാമ്പത്യ ജീവിതത്തിൽ, ആ സമൂഹത്തിൽ, ആ ശുശ്രൂഷയിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതയുണ്ട്. അപ്പോൾ ശാന്തത നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളാരും പൂർണ്ണരല്ല ശാന്തതയിൽ. ഈ പറയുന്ന ഞാനും നിങ്ങളൊന്നും പൂർണ്ണരല്ല. പക്ഷെ നമ്മൾ പഠിക്കേണ്ട, ഈശോ പറഞ്ഞു എന്നിൽ നിന്ന് പഠിക്കുക, എന്നിൽ നിന്ന് പഠിക്കുക. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും, നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും, നിങ്ങളിത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടും. ഞാൻ ശാന്തശീലനാണ്. നമ്മളെ ഒന്ന് പരിശോധിക്കുക. ഇത് ആത്മശോധനയുടെ ഒരു വിഷയമാണ്. നമ്മൾ പരിശോധിക്കുക. അപ്പോൾ ഈ സുവിശേഷ ഭാഗ്യങ്ങളിൽ ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാകും. ഇനി ഈ ശാന്തശീലത എങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം ഇതാണ്, പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി അയാളുടെ മനസ്സും ശരീരവും ഡിസിപ്ലിൻഡ് ആയിരിക്കുക. ഒരു വ്യക്തിയുടെ മനസ്സും ശരീരവും, നോട്ട് ഓൺലി ബോഡി, മനസ്സും ഡിസിപ്ലിൻഡ് ആയിരിക്കുക, ശരീരവും മനസ്സും ഡിസിപ്ലിൻഡ് ആയിരിക്കുക. ജോസഫിൽ നമ്മൾ കാണുന്നൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ശരീരം ഡിസിപ്ലിൻഡ് ആയിരുന്നു. അദ്ദേഹം, നമ്മൾ അല്ലേ, ഈ കന്യാവ്രതക്കാരുടെ കാവൽക്കാരൻ എന്ന് ജോസഫിനെ പറയാൻ കാരണം എന്താണ്? ഹി വാസ് എ ഡിസിപ്ലിൻഡ് ഹസ്ബൻഡ്, സെൽഫ് കൺട്രോൾഡ് ഹസ്ബൻഡ്. അദ്ദേഹം ഡിസിപ്ലിൻ പാലിച്ചു ദാമ്പത്യ ജീവിതത്തിൽ. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഡിസിപ്ലിൻ പാലിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഡിസിപ്ലിൻ പാലിച്ചു. അദ്ദേഹത്തിന് സാധ്യതയുണ്ട് അല്ലേ, മറിയത്തിൻ്റെ തെറ്റ് കാണുമ്പോൾ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം അവിടെ ഡിസിപ്ലിൻ പാലിച്ചു. പരിശുദ്ധമ്മ യേശുവിൻ്റെ ജനനത്തിന് ശേഷവും കന്യകയായിരുന്നു അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത് ശരീരത്തിൽ ഡിസിപ്ലിൻ കാണിച്ച ഒരു ഭർത്താവുണ്ട്. ഇത് ശ്രദ്ധിക്കണം. മനസ്സിലും ശരീരത്തിലും ഡിസിപ്ലിൻഡ് ആവുക. ചില ശരീരത്തിൽ ഭയങ്കര ഡിസിപ്ലിനാണ്, ബട്ട് നോട്ട് ഇൻ മൈൻഡ് ഡിസ്റ്റർബ്ഡാ. ഫോർ എക്സാമ്പിൾ, വളരെ കൃത്യമാണ് അതല്ലേ ഈശോ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഈശോ പറയുന്നത് വരെ വ്യഭിചാരം എന്നത് ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് വിത്ത് ബോഡി ആയിരുന്നു. വ്യഭിചാരം ബോഡിയുമായി ബന്ധപ്പെട്ടതാണ്, വ്യഭിചാരം ചെയ്യരുത്. യേശു പറഞ്ഞു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. അത് സംതിങ് റിലേറ്റഡ് വിത്ത് മൈൻഡ്. അർത്ഥം എന്താണ്? അർത്ഥം ക്ലിയറാണ്. ഞാൻ എൻ്റെ ശരീരത്തിൽ ഒരു ഓർഡർ കൊണ്ടുവന്നാൽ പോരാ, എൻ്റെ മനസ്സിൽ ഒരു ഓർഡർ കൊണ്ടുവരണം. എ ഡിസിപ്ലിൻ, ഒരു നിയന്ത്രണം എൻ്റെ ശരീരത്തിലും മനസ്സിലും. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ ശരീരത്തിൽ എക്സ്റ്റേണലി ഞാൻ ശാന്തനാവുന്നു, ഉള്ളിൽ ഞാൻ ശാന്തനാണോ? ഒരു ഭർത്താവ് പ്രതികരിക്കുന്നില്ല എന്നതിനർത്ഥം മിണ്ടുന്നില്ല, ഒരു കാര്യങ്ങളും മിണ്ടുന്നില്ല, പോയി കിടന്നുറങ്ങുന്നു. ഭർത്താവ് മിണ്ടുന്നില്ല, ഭർത്താവ് മദ്യപിച്ച് വരുമ്പോൾ ഭർത്താവ് എന്തെങ്കിലും ഒച്ചപ്പാടുണ്ടാകും, മിണ്ടുന്നില്ല എന്നതുകൊണ്ട് ആ ഭാര്യ ശാന്തതയുള്ളൊരു വ്യക്തിയാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആ ഭാര്യയുടെ ഉള്ളിൽ വലിയ സംഘർഷം നടപ്പുണ്ട്. എന്നുവെച്ചാൽ ഫിസിക്കലി, എക്സ്റ്റേണലി ആൻഡ് ഇൻറ്റേർണലി ഒരാൾ ഡിസിപ്ലിൻഡ് ആവുക.
എന്നതാണ് ശാന്തത എന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം. പുറമെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല. ഞാൻ പോയി, ഞാൻ ദേഷ്യപ്പെട്ടില്ല, ഞാൻ തിരിച്ച് എൻ്റെ മുറിയിൽ വന്നു. ബട്ട് എൻ്റെ ഇൻസൈഡിൽ ഞാൻ ഡിസ്റ്റർബ്ഡാണ്. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ഡിസ്റ്റർബ്ഡാണ്. കണ്ടോ, ഇൻസൈഡ്. അതാണ് ഒരാൾ ശാന്തനാവുക എന്ന് പറയുന്നത്. എക്സ്റ്റേണലി മാത്രമല്ല, ഇൻറ്റേർണലി അയാൾ ശാന്തനാവുക. എങ്കിലേ അയാൾക്ക് എന്തനുഭവിക്കാൻ പറ്റൂ? അയാൾക്ക് ഈ പറയുന്ന ചുറ്റുപാടുമുള്ള നന്മകൾ അനുഭവിക്കാൻ പറ്റൂ. എക്സ്റ്റേണലി ഒരാൾ ശാന്തനായതുകൊണ്ട് കാര്യമില്ല. അയാൾ മുറിയിൽ വന്നിരിക്കുമ്പോൾ അയാൾക്ക് അവിടെ AC മുറിയുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, നല്ല ബെഡുണ്ട്, പക്ഷേ അയാൾക്ക് ഉറക്കമില്ല, നല്ല കഴിക്കാൻ തോന്നുന്നില്ല, അയാൾക്ക് ആ മുറിയിൽ കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. ഹീ ഈസ് നോട്ട് കംഫർട്ട്. എന്ന് വെച്ചാൽ ഉള്ളിൽ ശാന്തനല്ല. അപ്പം ശാന്തത എന്ന് പറഞ്ഞാൽ ബോഡിയിലും മൈൻഡിലും ഒരുപോലെ വരേണ്ട ഒരു കാര്യം. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലും പുറമേയും ശാന്തത അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. 2, ഒരു ശാന്തത എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഈസ് ഹംബിൾ ബിഫോർ ഗോഡ് ആൻഡ് ബിഫോർ മാൻ. മനുഷ്യൻ്റെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും എളിമയുള്ളവനാവുക. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഭയങ്കര എളിമ. തൊട്ടടുത്ത് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ ഒരെളിമയില്ല. എന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. സോ ഞാൻ ആ പ്രാർത്ഥിക്കാത്തവരുമായിട്ടൊന്നും ബന്ധം പെടാൻ പാടില്ല. സോ അങ്ങനെ എന്ന് വെച്ചാൽ അതല്ല, അത് ശാന്തതയല്ല. ഞാൻ ശാന്തതയുള്ള വ്യക്തിയാണെന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ഞാൻ മനുഷ്യൻ്റെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും എളിമയുള്ള വ്യക്തിയാവുക. അല്ലേ? ഇതാ കർത്താവിൻ്റെ ദാസി, പരിശുദ്ധം പറയുന്നതാ. അതുകൊണ്ടാണ് വചനം പറയുന്നത് 1 പത്രോസ് 5:6 കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ താഴ്മയുള്ളവരാവുക. അതാണ് ഈ ശാന്തതയുള്ള ഒന്നിൻ്റെ ലക്ഷണം, ഒരു വ്യക്തിയുടെ ലക്ഷണം. എല്ലാ ദൈവത്തിന് മുമ്പിലാകട്ടെ മനുഷ്യരുടെ മുമ്പിലാകട്ടെ ഒരു ശാന്തതയുണ്ട്. അതുകൊണ്ടാണ് ഈ യേശു പറഞ്ഞില്ലേ, എന്താണ്, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. മർത്ത എന്താ തിരഞ്ഞെടുക്കാതെ പോകുന്നത്? മർത്ത ഡിസ്റ്റർബ്ഡാണ്. യേശുവിന് എന്ത് കൊടുക്കും, എന്തുണ്ടാക്കും, എന്തായിരിക്കും ഇഷ്ടം? ഡിസ്റ്റർബ്ഡാണ്. അതുകൊണ്ടാണ് നീ പല കാര്യങ്ങളിൽ മുഴുകി വ്യഗ്രചിത്തയാണ്. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. അവൾ കാം ആൻഡ് ക്വയറ്റ്. അവൾ മറിയത്തിൻ്റെ മുമ്പിലും കാമാണ്, യേശുവിൻ്റെ മുമ്പിലും കാം ആൻഡ് ക്വയറ്റ്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നീ നല്ല ഭാഗം തിരഞ്ഞെടുത്തു. ഇതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ശാന്തനായ ഒരു വ്യക്തി. പരാതികളൊന്നും ദൈവത്തോട് പറഞ്ഞില്ല. മറിയത്തിൻ്റെ മുമ്പിലും ഉണ്ണീശോയുടെ മുമ്പിലും ശാന്തനായൊരു വ്യക്തി, ഒരു പരാതികളുമില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അദ്ദേഹം ഭൂമി അവകാശമാക്കി. അപ്പം ഇതാണ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ ഹംബിളാവുക. അല്ലെ? കുടുംബത്തിൻ്റെ തലവനാരാ? ഭർത്താവ്. നമ്മളങ്ങനെ പറയും. പക്ഷേ നമ്മൾ കാണുന്നത് എന്താ? ഭാര്യ കഴുതപ്പുറത്തിരിക്കുന്നു, കൊച്ചു കഴുതപ്പുറത്തിരിക്കുന്നു, അപ്പൻ നടക്കുന്നു. നമ്മൾ കാണുന്നത് എന്താ? ഇങ്ങനെ പുൽക്കുട്ടി പോലും നിൽക്കുന്നത് ഈ മനുഷ്യത്തിന് മാറിയ അവരുടെ കാവൽ പോലെ ഹംബിൾ, ഒരു സെക്യൂരിറ്റി നിൽക്കുന്നതെന്ന് തോന്നും ചിലപ്പോഴൊക്കെ. പുൽക്കുട്ടി ചെല്ലുമ്പോൾ മറിയത്തിൻ്റെ അടുത്ത് കയറി നിൽപ്പില്ല ഔസപിതാവ്, കുറച്ചെങ്കിൽ മാറിയിട്ട് നിൽക്കുന്നത്. നമുക്ക് തോന്നും സെക്യൂരിറ്റിക്കാരനാണെന്ന്. ഹംബിൾ ബിഫോർ ഗോഡ്, ഹംബിൾ ബിഫോർ മെൻ. അവർ സ്വർഗരാജ്യം. അതാണ് ശാന്തതയുള്ള വ്യക്തി. ആ വ്യക്തി ഉള്ളിൽ ആ വ്യക്തിക്ക് അറിയാം ഞാൻ ആരാണ്. അതാണ് ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ വലിയൊരു കാര്യമാണ്. ഞാൻ ശാന്തതയുള്ള എളിമയുള്ള വ്യക്തിയാവുക. പ്രിയപ്പെട്ടവരെ, അടുത്തത് ഈ ശാന്തതയുള്ള വ്യക്തികളുടെ പ്രത്യേകത, ആ വ്യക്തി ക്ഷമിക്കുന്ന വ്യക്തിയായിരിക്കും. നോട്ട് റിവഞ്ച് കാണില്ല, പ്രതികാരം ചെയ്യും, അതില്ല. ക്ഷമിക്കുന്ന, അവരുടെ വലിയൊരു കാര്യം, അവർക്ക് ക്ഷമിക്കാൻ പറ്റും. ശാന്തശീലർക്ക് ക്ഷമിക്കാൻ പറ്റും, ക്ഷമ കൊടുക്കാൻ പറ്റും. ആ കാര്യത്തോട് ഒരു ഫൊർഗീവ്നെസ്, ഒരു ക്ഷമിക്കുന്നൊരു മനസ്സ്, ക്ഷമിക്കുന്നൊരു സ്നേഹം കാണും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എനിക്ക് പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റത്തില്ല. ഭർത്താവ് 12 വർഷം മുമ്പ് പറഞ്ഞ കാര്യം പോലും ഇപ്പോഴും ഞാൻ മനസ്സ് വെച്ചിരിക്കുക. എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ശാന്തമല്ല, എനിക്ക് ശാന്തത എന്ന പുണ്യമില്ല. എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓർക്കണം, എൻ്റെ ഉള്ളിൽ ശാന്തത എന്ന ഈ പുണ്യമില്ല എന്ന അർത്ഥം. അപ്പോൾ ശാന്തശീലർ ഭാഗ്യവാന്മാർ. അപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കും? 20 വർഷം മുമ്പ് ഭർത്താവ് പറഞ്ഞ ഒരു വാക്ക്, ഭാര്യ പറഞ്ഞൊരു വാക്ക്, അയൽവക്കക്കാർ പറഞ്ഞൊരു വാക്ക്, ഏതെങ്കിലും ഒരു വൈദികൻ പറഞ്ഞൊരു വാക്ക്, ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർത്ത് ആ വ്യക്തിയോട് വെറുപ്പിൽ വയ്ക്കുന്നു. എന്ന് വെച്ചാൽ മൈ മൈൻഡ് ഈസ് ഡിസ്റ്റർബ്ഡ്. എൻ്റെ മനസ്സ് അസ്വസ്ഥപ്പെടുന്നു. 20 വർഷം മുമ്പ് കേട്ടൊരു വാക്കിൻ്റെ പേരിൽ. അവിടെ എനിക്കെവിടെ ശാന്തതയുള്ളത്?
അപ്പോൾ ശാന്തത എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലും ഒരാൾ ശാന്തനായിരിക്കുക. അയാളുടെ കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, ഹിസ് മൈൻഡ്, ഹിസ് ഇൻ്റലക്റ്റ്, ഹിസ് വിൽ, അയാളുടെ മനസ്സ്, അയാളുടെ ബുദ്ധി, അയാളുടെ വികാരങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടതായിട്ട് മാറുന്നു എന്നതാണ് ശാന്തതയുടെ ഏറ്റവും വലിയ നന്മ എന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മളിൽ ഒരു രൂപാന്തരീകരണത്തിന് കാരണമാകണം. ശാന്തശീലർ ഭാഗ്യവാന്മാർ. അടുത്ത കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ, ശാന്തശീലൻ മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും മുമ്പിൽ അദ്ദേഹം പരാതികളില്ലാത്ത, അദ്ദേഹം ഒരു ഇഷ്ടപ്പെട്ട വ്യക്തിയാകും. പരാതികളില്ലാത്ത, അയാൾക്ക് പരാതിയില്ല. ഇപ്പം എന്നെ കല്യാണം വിളിച്ചില്ല, വൈകിപ്പോയി, സാരമില്ല. അദ്ദേഹം ആ ഒരു കാര്യത്തെ ഓർത്ത് അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റും. ദൈവം, ഞാൻ പ്രാർത്ഥിച്ചിട്ട്, ഇത് വലിയൊരു കാര്യം കേട്ടോ. ഒരുപാട് പേരുടെ പ്രാർത്ഥനയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ കുറേ കൊന്തയില്ലി, പക്ഷേ എനിക്കത് കിട്ടിയില്ല. സോ വൈ, എന്തിനു പള്ളിയിൽ പോകുന്നു, ദൈവം ഇങ്ങനെയല്ല ചെയ്തത്. കാരണം അതൊരു ഡിസ്റ്റർബ്ഡ് മൈൻഡിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ശാന്തശീലത എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അനുഭവിക്കുന്ന കാര്യമല്ലേ. മറ്റൊരാൾ നമ്മളോടൊരു കാര്യം, നമ്മളോട് പെരുമാറേണ്ട രീതി പെരുമാറിയില്ലെങ്കിൽ നമ്മൾ കല്യാണത്തിന് പോകും. ചിലപ്പോൾ നമ്മൾ കേൾക്കുകയാണ്, അവരെ എല്ലാം ഒരു മാസം മുമ്പ് കല്യാണം വിളിച്ചു, നമ്മൾ വിളിച്ചത് കഴിഞ്ഞ ദിവസമാണ്. നമ്മൾ കല്യാണത്തിന് പോകും, പക്ഷേ ആ കല്യാണത്തിന് പോയാലും അല്ലെങ്കിൽ ആ ഫംഗ്ഷന് പോയാലും നമ്മുടെ ഉള്ളിൽ ഡിസ്റ്റർബ്ഡാണ്. എന്നോട് അങ്ങനെ ചെയ്തത് കണ്ടോ. അവിടെ എന്താ സംഭവം? അവിടെ ആ വിളിച്ച വ്യക്തി അല്ലെങ്കിൽ ആ സാഹചര്യം നമ്മുടെ എല്ലാ നന്മകളും നഷ്ടപ്പെടുത്തുന്നു. എനിക്ക് ശാന്തന അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയ പുണ്യങ്ങളിൽ ഒന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു പുണ്യം. നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയ പുണ്യങ്ങളിൽ ഒന്നാണ് ഈ ശാന്തശീലത എന്നത്. ശാന്തശീലൻ ഭാഗ്യവാൻ, അവൻ ഭൂമി അവകാശമാക്കും. അല്ലേ? മദർ തെരേസയെക്കുറിച്ച് നമ്മളൊരു സംഭവം കേൾക്കുന്നുണ്ട്. മദർ തെരേസ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നിന്ന് കൈ നീട്ടിയിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് വരുന്നു, എൻ്റെ മക്കൾക്ക് ഭക്ഷണം വേണം, 2 ദിവസമായിട്ട് ഭക്ഷണമില്ല. എന്താ നമ്മൾ കാണുന്നത്? മദറിൻ്റെ കയ്യിലേക്ക് ആ വ്യക്തി കാർക്കിച്ചു തുപ്പി. മദർ ആ മനുഷ്യൻ കാർക്കിച്ചു തുപ്പിയ കൈ കൊണ്ടുവന്ന് തൻ്റെ സാരിയിൽ തുടച്ചിട്ട് അടുത്ത കൈ നീട്ടി, എനിക്ക് കിട്ടേണ്ടത് കിട്ടി, ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരിക. മദർ തൻ്റെ വാഹനത്തിൽ വേറെ എവിടെയൊക്കെയോ പോയി തിരിച്ചു വരുമ്പോൾ കാണുന്നത് 3-4 കണ്ടെയ്നർ ലോറി അവർക്ക് ആവശ്യമുള്ളതെല്ലാം, ഫർണിച്ചർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് കാത്തു നിൽക്കുന്നു. ഈ മനുഷ്യൻ കാത്തു നിൽക്കുക, 5-8 കണ്ടെയ്നർ ലോറികൾ സാധനം കൊണ്ടുവന്ന് കാത്തു നിൽക്കുകയാണ്. മദർ, എന്താ, എപ്പോഴാണ് വേണ്ടത്? അത് ഞാൻ തന്നുകൊള്ളാം. എവിടെയാണ് വേണ്ടത്? ഞാൻ എത്തിച്ചു കൊള്ളാം. ഇനി എന്താ കാരണം? എന്താ? അയാൾ തൻ്റെ കയ്യിലേക്ക് കാർക്കിച്ച് തുപ്പിയപ്പോൾ നമ്മളെന്തായിരിക്കും? നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? കാർക്കിച്ചൊന്നും തുപ്പണ്ട, നമ്മളോട് മുഖം മാറിയൊന്ന് സംസാരിച്ചാൽ നമ്മൾ അവിടെ ഡിസ്റ്റർബ്ഡ് ആകും. പക്ഷെ മദർ അവിടെ ഡിസ്റ്റർബ്ഡ് ആയില്ല. മദർ ആ കൈ കൊണ്ടുപോയി സാരിയിൽ തുടച്ചിട്ട് അടുത്ത കൈ നീട്ടി, എനിക്കുള്ളത് കിട്ടി, ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരിക. എത്ര ശാന്തമാണ്, എത്ര ശാന്തമാണ് പ്രിയപ്പെട്ടവരെ. എന്ത് സംഭവിച്ചു അല്ലേ? മദർ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോഴും നമുക്കറിയാം, മിഷണറീസ് ചാറ്റി എന്ന് പറഞ്ഞാൽ ഏത് രാജ്യവും കൈ തുറന്ന് സ്വീകരിക്കുന്നൊരു സമൂഹം. ഒരു എയർപോർട്ടിൽ പോലും പരിശോധനയില്ലാതെ കടന്നു പോകാൻ പറ്റിയൊരു ജീവിതം. അമേരിക്കൻ പ്രസിഡൻ്റെ പാലസിൽ പോലും അതിഥിയായി ചെന്നെത്തിയ ജീവിതം. ഭൂമി അവകാശമാക്കും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കി എടുക്കും. അപ്പം നമുക്ക് ഈ ഭൂമി അവകാശമാക്കുക എന്ന് പറഞ്ഞാൽ, എനിക്കിന്നുള്ള എൻ്റെ ചുറ്റുപാടുകളിൽ സന്തോഷം എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ശാന്തശീലനാണെങ്കിൽ ഇന്നുള്ള ചുറ്റുപാടുകളുടെ സന്തോഷവും നന്മയും എനിക്ക് അനുഭവിക്കാൻ പറ്റും. ഞാൻ ശാന്തശീലത എൻ്റെ ഉള്ളിലില്ലെങ്കിൽ ഇന്നുള്ള ചുറ്റുപാടുകളുടെ സന്തോഷം, നന്മ എനിക്ക് അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ ശാന്തശീലത ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, യാക്കോബ് ശാന്തശീലനായിരുന്നു, അവൻ കൂടാരങ്ങളിൽ പാർത്തു. 2, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും എന്ന് വെച്ചാൽ അവർക്ക് നിത്യത ദൈവം തരും. അപ്പോൾ ദൈവരാജ്യം അവർക്ക് കിട്ടും, ദൈവരാജ്യം കിട്ടും.
അവർ ദൈവരാജ്യം അവകാശമാക്കും. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഉള്ളിൽ ദൈവരാജ്യം വരണമെങ്കിൽ ഏറ്റവും വലിയ പുണ്യം ശാന്തത എന്നതാണ്. ദറ്റ് ഈസ് നോട്ട് സംതിങ് വീക്ക്നെസ്. അത് വീക്ക്നെസ് അല്ല. അത് പ്രിയപ്പെട്ടവരെ, ഏത് സാഹചര്യത്തിലും എൻ്റെ മൈൻഡ്, എൻ്റെ ബുദ്ധി, എൻ്റെ പ്രതികരണശേഷി പരിശുദ്ധാത്മാവിനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നു. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പുണ്യം നമ്മുടെ കുടുംബത്തിൽ വരുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ, എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷവും നന്മയും എൻ്റെ ദൈവാനുഗ്രഹങ്ങളും നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതിനാൽ നമ്മൾ ഈ ആരാധനയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഏറ്റവും വലിയൊരു പുണ്യം ഈ ഔസേപ്പിതാവിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. പ്രിയപ്പെട്ടവരൊന്നും പറയാതെ ദൈവം ആഗ്രഹിച്ച രീതിയിൽ മാത്രം ചുറ്റുമുള്ളവതിനോട്, ഭാര്യയോട്, കുഞ്ഞിനോട് പ്രതികരിച്ചൊരു വ്യക്തി. നമ്മൾ പ്രാർത്ഥിക്കണം, ഈ ഒരു മനസ്സ് ഞങ്ങൾക്ക് തരണമേ എന്ന്. ഈ മനസ്സ്, അതിൻ്റെ പേരാണ് സുവിശേഷം, അതിൻ്റെ പേരാണ് പുതിയ നിയമം. അതിനാൽ വളർത്തുപിതാവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠം അത് ശാന്തത എന്ന പുണ്യമാണ്. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ ആരാധനയിൽ ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം വൃക്ഷനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീ വീണാൽ വാഴണം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീ വീണാൽ വാഴണം. ആത്മനാഥ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീ വീണാൽ വാഴണം. ആത്മനാഥ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീ വീണാൽ വാഴണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പാം. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണും, കലങ്ങി അസ്വസ്ഥമായ ഹൃദയവുമായിട്ട് ശിഷ്യന്മാർ നിൽക്കുന്നു. അടുത്ത വചനം, യേശു അവർക്കെതിരെ വരുന്നത് കണ്ട് അവർ അവൻ്റെ കാൽക്കൽ വീണ് അവനെ ആരാധിച്ചു. അവൻ അവരോട് പറഞ്ഞു, ഭയപ്പെടണ്ട. ഇതാ ശിഷ്യന്മാര് കടലിന്റെ നടുക്ക്. യേശു അറിയുന്നു തൻ്റെ ശിഷ്യന്മാർ തുഴഞ്ഞ് അവശരായി എന്ന് അവൻ അറിഞ്ഞു. അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തെത്തി. അടുത്ത വചനം, അവർ അവനെ വഞ്ചിയിൽ കയറ്റാൻ ആഗ്രഹിച്ചു. അപ്പോൾ കാറ്റ് ശമിച്ചു, ശാന്തതയുണ്ടായി. ഈശോയെ, എൻ്റെ മനസ്സ്, എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം ശാന്തമല്ല. പല കാര്യങ്ങളെ ഓർത്ത് ഞാൻ അസ്വസ്ഥപ്പെടുന്നു. യേശുവേ, ഈ നിമിഷം ഞങ്ങൾ ആരാധിക്കുന്നു. നിന്നെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനും പരിപാലകനുമായിട്ട് ചേർത്ത് പിടിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു.
യേശുവേ, ഒരുപാട് അസ്വസ്ഥതകളുടെ മധ്യത്തിൽ നിന്നെ ചേർത്ത് പിടിച്ച വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ തകരാമായിരുന്നൊരു കുടുംബത്തിൽ നിന്നെ രക്ഷകനായി സ്വീകരിച്ച തിരുക്കുടുംബത്തെ പോലെ യേശുവേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളിലും എല്ലാ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഒരു നിമിഷം നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്താം. രണ്ട് കരങ്ങളും ഉയർത്തി നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഇതാ യേശുവേ, ശിഷ്യന്മാരെ പോലെ എത്ര തണ്ട് വലിച്ചിട്ടും എത്ര തുഴഞ്ഞിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നൊരു തീരത്തേക്ക് ഞങ്ങളുടെ ജീവിതം എത്തുന്നില്ല. എത്ര ആഗ്രഹിച്ചിട്ടും ഞങ്ങൾക്ക് ആ തീരം അടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നൊരു തലത്തിലേക്ക് ഞങ്ങളുടെ കുടുംബം എത്തുന്നില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഞങ്ങളുടെ മക്കൾ എത്തുന്നില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് ഞങ്ങളുടെ സാമ്പത്തിക മേഖല എത്തുന്നില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് ഞങ്ങൾക്കൊരു ജോലി കിട്ടുന്നില്ല. യേശുവേ, ശിഷ്യന്മാരെ പോലെ ഞങ്ങളും മടുത്തു പോകുന്നു. ഞങ്ങളും ഒരുപാട് തളർന്നു പോകുന്നു. യേശുവേ, ഈ നിമിഷം ആ വഞ്ചിയിൽ നീ കയറിയതുപോലെ ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ, ഞങ്ങളുടെ ഉലഞ്ഞ ഈശോയെ ജീവിതത്തിന്റെ വഞ്ചിയിലേക്ക് നീ കയറണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ശക്തമായിട്ട് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിരച്ചു. താരകളേറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിരച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെക്കാൽ വഴുതുവാനിട വന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെക്കാൽ വഴുതുവാനിട വന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നനച്ചതല്ല. ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. 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 നമ്മുടെ യേശു ജീവിക്കുന്നു. നമ്മുടെ യേശു ജീവിക്കുന്നു. യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. പ്രിയമുള്ളവരെ,
വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. കാര്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഒരുപാട് അസ്വസ്ഥപ്പെടാമായിരുന്ന ഒരു ജീവിതം എത്ര ശാന്തമായിട്ടാണ് ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുന്നത്. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഗർഭവതിയാണ് എന്ന് കേൾക്കുമ്പോൾ ഏതൊരാളുടെയും ടെമ്പർ, ഏതൊരാളുടെയും സ്വാഭാവിക അവസ്ഥ അതിന് മാറ്റമുണ്ടാകും. എന്നാൽ വിശുദ്ധ യൗസേപ്പ് പിതാവ് ആ സാഹചര്യത്തെ ശാന്തമായി നേരിട്ടു. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, സമർപ്പണ ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നമുക്ക് അനുഗ്രഹമായിട്ട് അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മൾക്ക് ഈ ശാന്തത എന്ന പുണ്യമില്ല. ശാന്തത, മീക്ക്നെസ്, ഇറ്റ് ഈസ് ഡസൻറ്റ് മീൻ വീക്ക്നെസ്. ശാന്തത എന്നതിന് ബലഹീനത എന്നൊരർത്ഥമില്ല. വീക്ക്നെസ് അല്ല മീക്ക്നെസ്. അതിനാൽ നമ്മൾ ഒരു കാര്യം ഓർക്കുക, ഒരാൾ ശാന്തത അനുഭവിക്കുന്നുവെന്ന് പറഞ്ഞാൽ അയാൾ അയാളുടെ മനസ്സിലും ശരീരത്തിലും ശാന്തത അനുഭവിക്കുന്നു. ചിലപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ കുടുംബത്തിൽ നമുക്കിഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് വിരോധമായിട്ട് ഭാര്യയോ മക്കളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ പെരുമാറുമ്പോൾ നമ്മൾ എത്ര പെട്ടെന്നാണ് പ്രകോപിതരാകുന്നത്, എത്ര പെട്ടെന്നാണ് നമ്മുടെ സ്വഭാവം മാറുന്നത്. ഉടനെ തന്നെ നമ്മൾ ചീത്ത വാക്ക് പറയും, ദേഷ്യപ്പെടും. പെട്ടെന്ന് നമ്മളുടെ സ്വഭാവത്തിനൊരു മാറ്റം വരികയാണ്. അത് പ്രകടമാണ്. ഇനി വേറെ ചിലരുണ്ട്, മറ്റുള്ളവരെന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ, ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ, അമ്മയ്യപ്പനോ അമ്മയ്യമ്മ എന്തെങ്കിലും പറഞ്ഞാൽ, എൻ്റെ മുഖത്തോ എൻ്റെ പെരുമാറ്റത്തിലോ എൻ്റെ വാക്കിലോ ഒരു വ്യത്യാസവുമില്ല. പക്ഷെ ഇൻസൈഡ് എൻ്റെ ഉള്ളിലൊരു കടലുണ്ട്, എൻ്റെ ഉള്ളിലൊരു തിരമാലയുണ്ട്. ഞാൻ ഉള്ളിൽ ശാന്തമല്ല. അത് ശാന്തതയുടെ അടയാളമല്ല. പുറമെ ഞാനൊന്നും പ്രകടമാക്കുന്നില്ല, എന്നാൽ ഉള്ളിൽ ഞാൻ ഡിസ്റ്റർബ്ഡ് ആകുന്നു, ഉള്ളിൽ ഞാൻ അസ്വസ്ഥനാകുന്നു. അത് ശാന്തതയല്ല. ഒരാൾ മനസ്സിലും ശരീരത്തിലും പൂർണ്ണമായിട്ട് കൺട്രോൾഡ് ആകുന്ന അവസ്ഥയാണ് ശാന്തത എന്നത്. ഓർക്കുക, ശരിയാണ്, ഞാൻ ദേഷ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ആ യാഥാർത്ഥ്യം അവിടെയുണ്ട്. ഞാൻ പറഞ്ഞതനുസരിക്കാതെ ഒരു കാര്യം ചെയ്തിട്ട് മക്കളുടെ കയ്യിൽ നിന്ന് ഒരു സാധനം താഴ്ത്തു പോയി, അതുടഞ്ഞു പോയി. ഞാൻ ദേഷ്യപ്പെട്ടത് കൊണ്ട്, ഞാൻ കലഹിച്ചത് കൊണ്ട് ഉടഞ്ഞ ഗ്ലാസ് എഴുന്നേറ്റ് വന്ന് നേരെയായിട്ട് നിൽക്കില്ല. എന്ന് വെച്ചാൽ എൻ്റെ ദേഷ്യം, എൻ്റെ അസ്വസ്ഥത റിസൾട്ട് ഉണ്ടാക്കുന്നില്ല. യേശു ശാന്തനായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴും രോമം കത്തിരിക്കുമ്പോഴും നിശബ്ദമായിരിക്കുന്ന കുഞ്ഞാടിനെ പോലെയാണെന്ന് പറയുമ്പോൾ ആ യേശു ഒരു കാര്യം പറഞ്ഞു. മത്തായി 11:28 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട വചനമാണ് മത്തായി 11:29. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്ക്. ശ്രദ്ധിക്കണം, ഒന്നാമത് എന്താ പറഞ്ഞത്? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക. ഞാൻ അധ്വാനിക്കുന്നുണ്ട് എൻ്റെ മക്കൾക്ക് വേണ്ടി, അധ്വാനിക്കുന്നുണ്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടി, ഞാൻ അധ്വാനിക്കുന്നുണ്ട് എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി, ഞാൻ അധ്വാനിക്കുന്നുണ്ട് എൻ്റെ രൂപതയ്ക്ക് വേണ്ടി, ഞാൻ അധ്വാനിക്കുന്നുണ്ട് എൻ്റെ സഭയ്ക്ക് വേണ്ടി, ഞാൻ അധ്വാനിക്കുന്നുണ്ട് ഈ എൻ്റെ സ്കൂളിന് വേണ്ടി, അധ്വാനിക്കുന്നുണ്ട് ഈ സ്ഥാപനത്തിന് വേണ്ടി.
ഈശോ പറയുന്നു, എൻ്റെ അടുത്ത് വരിക, നിങ്ങൾ ആശ്വസിപ്പിക്കാം. അടുത്ത വചനം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ അധ്വാനം, നമ്മുടെ ഈ കഷ്ടപ്പാട് പാഴാകുന്നൊരു മേഖലയാണ് അടുത്തത് ഈശോ പറയുന്നത്. ഇനി നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്ക്. ഇത് പഠിക്ക്, നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. നമുക്ക് ഇന്ന് നമ്മൾ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ വലിയ പ്രശ്നം ഇതാണ്. നമ്മുടെ പരാതി എന്താ? ഞാൻ ഇത്രയും ഓടിയിട്ട്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട്, ഞാൻ ഇത്രയും അധ്വാനിച്ചിട്ട് ഇതെൻ്റെ മക്കൾ മനസ്സിലാക്കുന്നില്ല, അവരതനുസരിച്ച് ജീവിക്കുന്നില്ല. പെട്ടെന്ന് എൻ്റെ ടെമ്പർ, എൻ്റെ സ്വാഭാവിക തലത്തിന് മാറ്റം വരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അവർക്ക് തൻ്റെ അധ്വാനത്തിൻ്റെ, തൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം സ്വസ്ഥതയിലും ശാന്തിയിലും അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം. ഒരു ശാന്തതയുള്ള വ്യക്തി, ആ വ്യക്തി ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും എളിമയുള്ള വ്യക്തിയായിരിക്കും. ആ വ്യക്തി ഏതൊരു സാഹചര്യത്തെയും ക്ഷമിക്കുന്ന വ്യക്തിയാകും. അപ്പം നമ്മളൊരു ഓർത്ത് നോക്ക്, ഈ ശാന്തതയില്ലാത്ത വ്യക്തികൾക്ക് ഫൊർഗീവ്നെസ്, ക്ഷമിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഒരു കാര്യം, വീട്ടിലൊരു വഴക്കുണ്ടാകുമ്പോൾ ഉടനെ ഭാര്യ കയറി പറയും, അന്ന് 21 വർഷം മുമ്പ് നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് വെച്ചാൽ, ഇന്നൊരു പ്രശ്നമുണ്ടായപ്പോൾ 2020 2010 നടന്നൊരു കാര്യം, അന്ന് പറഞ്ഞൊരു കാര്യം ഇന്ന് എടുത്തിരുന്നു എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ മനസ്സ് സ്വസ്ഥമല്ല. അതുകൊണ്ട് 21 വർഷം മുമ്പ് നടന്ന സംഭവത്തെ ക്ഷമിക്കുവാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ശാന്തത ഇല്ലാത്ത വ്യക്തിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, ക്ഷമിക്കാനുള്ള കൃപ കിട്ടില്ല. ആ വ്യക്തി ക്ഷമിക്കാത്ത വ്യക്തിയാണ്. ഇത് നമ്മുടെ സ്വകാര്യതയുടെ പ്രശ്നമാണ്. ചിലപ്പോൾ ഒരു പ്രശ്നം, ഒരു ഡിസോർഡർ ഞാൻ കാണുമ്പോൾ, ഞാനൊരു അസ്വസ്ഥത കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാനൊന്നും പ്രതികരിക്കാതെ ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിനർത്ഥം ആ വ്യക്തി ശാന്തനാണെന്നല്ല. അതിനർത്ഥം ആ വ്യക്തി ശാന്തനാണെന്നല്ല. ഒരു ടീച്ചർ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ അച്ഛാ, എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നു, അത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ടും അവൻ തോറ്റുപോയി. അണ്ട് ടീച്ചർ പറയുക, അതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ മുറിയിൽ വന്ന് 2 പുസ്തകങ്ങളും 2 ബെഡ്ഷീറ്റും 2 സാരിയുമാണ് കീറിക്കളഞ്ഞത്. ഷി വാസ് ശാന്തതയുള്ള വ്യക്തിയായിരുന്നു ആ വ്യക്തി ആ പ്രശ്നത്തെ നേരിട്ടപ്പോൾ. എന്നാൽ ഉള്ളിൽ ശാന്തതയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ പഠിപ്പിക്കുക, എന്നിൽ നിന്ന് പഠിക്കുക. നമ്മുടെ കുടുംബത്തിൽ അവരെന്താണ്? അവർ ഭൂമി അവകാശമാക്കും. അബ്രാഹാം ശാന്തനായിരുന്നു, ലോത്ത് അങ്ങനെ ആയിരുന്നില്ല. ലോത്ത് ഭയങ്കര അസ്വസ്ഥനായിരുന്നു. അതുകൊണ്ട് ലോത്ത് എന്ത് പറഞ്ഞു? ലോത്ത് നല്ല ഭാഗം തിരഞ്ഞെടുത്തു. അബ്രാഹാം ശാന്തമായിട്ട് നിന്നു. വേറൊരു പെണ്ണ്, ആ പെണ്ണ് ഭയങ്കര ടെൻഷനാണ്. എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കൊടുക്കാൻ പറ്റും, ഇങ്ങനെ അസ്വസ്ഥപ്പെടുകയാ. പക്ഷേ വേറൊരു പെണ്ണ് തൊട്ടടുത്ത് അവൻ്റെ കാലിൻ്റെ അടുത്തിരുന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നു. യേശു പറഞ്ഞു, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. യേശുവെന്ന വ്യക്തിയെ അനുഭവിക്കാൻ പറ്റിയത് മറിയത്തിനാണ്. മറിയം ശാന്തമായിരുന്നു. നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷം, നന്മകൾ, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ശാന്തത നമ്മുടെ ഉള്ളിലുണ്ടാകണം. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വിപരീതമായ സാഹചര്യങ്ങൾ കുടുംബത്തിലുണ്ട്, നമുക്ക് വിപരീതമായ സാഹചര്യങ്ങൾ ദാമ്പത്യ ജീവിതത്തിലുണ്ട്, നമുക്ക് വിപരീതമായ സാഹചര്യങ്ങൾ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന ഇടങ്ങളിലുണ്ട്. പക്ഷേ ഈശോ പറയുക, എന്നിൽ നിന്ന് പഠിക്കുക. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈശോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നത്. വിളിച്ച് 3 വർഷം കൂടെ നിർത്തിയിട്ട് ഇവന്മാർ ഏതൊരുത്തനാണ് യേശു പറഞ്ഞതുപോലെ അനുസരിച്ചത്? പ്രിയപ്പെട്ടവരെ, എന്നിട്ടും യേശു ശാന്തനായിരുന്നു. നമ്മൾ ഓർക്കുക, അവർ ഭൂമി അവകാശമാക്കും. അവർ ഭൂമി അവകാശമാക്കും. എൻ്റെ കുടുംബത്തിലെ എല്ലാ നന്മകളും എനിക്ക് അവകാശമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എനിക്ക് ഒരു സാഹചര്യത്തോട് ഞാൻ പ്രതികരിക്കുന്ന രീതി എങ്ങനെയാണ്? ഒരു തെറ്റെൻ്റെ മക്കളിൽ കാണുമ്പോൾ, എൻ്റെ ജീവിത പങ്കാളിയിൽ കാണുമ്പോൾ, എൻ്റെ അയൽപക്കത്ത് കാണുമ്പോൾ, എൻ്റെ കൂടെ ജീവിക്കുന്നവരിൽ കാണുമ്പോൾ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു? കർത്താവേ, നീ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുക. യേശുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നഷ്ടപ്പെടുന്നത്, ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ വഴികൾ അടഞ്ഞു പോകുന്നത് എൻ്റെ പെട്ടെന്നുള്ള ദേഷ്യം കാരണമാണ്, എൻ്റെ പെട്ടെന്നുള്ള പ്രകോപനം കാരണമാണ്,
യേശുവേ, ഞങ്ങളെയും പഠിപ്പിക്കണമേ. ഏത് പ്രതിസന്ധിയിലും ശാന്തരായിട്ട് നിൽക്കുവാൻ, ഏത് പ്രതിസന്ധിയിലും ശാന്തത അനുഭവിക്കുവാൻ ഞങ്ങളുടെ ഉള്ളിലും ഉണ്ട് ഈശോയെ. പ്രതികരിക്കുന്നൊരു വ്യക്തി, മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വം ഞങ്ങളുടെ ഉള്ളിലുണ്ട് ഈശോയെ. അതെല്ലാം ഞങ്ങൾ നിന്റെ കരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശാന്തത എന്ന പുണ്യം നീ പഠിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. നീ വന്നു ശാന്തികൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, യേശുവേ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. യേശുവേ, എൻ്റെ കുടുംബത്തിലെ ദാമ്പത്യ ജീവിതത്തിൻ്റെ നന്മകൾ, എൻ്റെ സമർപ്പിത ജീവിതത്തിൻ്റെ നന്മകൾ, ഞാനായിരിക്കുന്നിടങ്ങളിൽ നീ വർഷിക്കുന്ന അനുഗ്രഹങ്ങൾ എല്ലാം നഷ്ടപ്പെടുന്നത് എൻ്റെ മനസ്സിലെ ഒരുപാട് അസ്വസ്ഥതകളാണ്. യേശുവേ, കാറ്റിലും കോളിലും ഉലഞ്ഞ ഒരു വഞ്ചയിൽ നിന്നെ കയറ്റിയപ്പോൾ ആ വഞ്ചി ശാന്തമായതുപോലെ യേശുവേ, എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ചില കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരിൽ കാണുമ്പോൾ. ഞാൻ പറഞ്ഞത്, ഞാൻ ചിന്തിച്ചത്, ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ലാതെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ യേശുവേ, എൻ്റെ മനസ്സും എൻ്റെ പെരുമാറ്റവും എല്ലാം അസ്വസ്ഥപ്പെടുന്നു. യേശുവേ, ഒരിക്കലും പ്രാർത്ഥനയിൽ പോലും ഞാൻ ശാന്തതയല്ല. പ്രാർത്ഥനയിൽ പോലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. നീ പറയുന്നതൊന്ന് കേൾക്കാൻ, നീ ഇടപെടുന്നതെന്നറിയാൻ ഞാൻ ശാന്തമാകുന്നില്ല. നീ പറയുന്നുണ്ട് ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. പക്ഷേ ഞങ്ങൾ അനുദിന ജീവിതത്തിലെ യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ ഈശോയെ, അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഈശോയെ, നിന്റെ മുമ്പിലോ ഞങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിലോ ഞങ്ങൾ ശാന്തരല്ല. ഓരോ വട്ടവും നീ പറയുന്നുണ്ട്, മകനെ മകളെ നീ ശാന്തമാകുക. എന്നിട്ട് ഞാൻ പ്രവർത്തിക്കുന്നത് നീ അറിയുക. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. എല്ലാ പ്രതിസന്ധികളിലും എല്ലാ പ്രശ്നങ്ങളിലും നീ എൻ്റെ ചെവിയിൽ ഇത് പറയുന്നുണ്ട്, ശാന്തമാകുക. നീ ആ പ്രതിസന്ധിയുടെ മുമ്പിൽ, ആ പ്രശ്നത്തിൻ്റെ മുമ്പിൽ, ആ പ്രതികൂല സാഹചര്യത്തിൻ്റെ മുമ്പിൽ നീ ശാന്തമാകുക. എന്നിട്ട് നീ അറിയുക, എനിക്ക് അസാധ്യമായത് ഒന്നുമില്ല, എനിക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല. ഇത് നീ മനസ്സിലാക്കുക. നീ ഓരോ വട്ടവും എന്നോട് പറയുന്നുണ്ട്. പക്ഷേ യേശുവേ, എൻ്റെ ഉള്ള് എൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളുടെ കാരണമാകാം എൻ്റെ ഉള്ള് ശാന്തമല്ല. ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവേ, നീ വന്ന് ശാന്തിയേകൂ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. വലതുകരം വിശുദ്ധ കുർബാനയിലേക്ക് മനസ്സുകൊണ്ട് നീട്ടിപ്പിടിക്കുക. യേശുവേ, എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ഈ കാരണത്തെ ഞാൻ വിശുദ്ധ കുർബാനയോട് ചേർത്ത് വയ്ക്കുന്നു. എൻ്റെ മനസ്സിനെ, എൻ്റെ സ്വഭാവത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഈ കാരണത്തെ, ഇതൊരു റിയാലിറ്റിയാണ് കർത്താവേ, ഇതെൻ്റെ മുമ്പിലെ ഒരു യാഥാർത്ഥ്യമാണ് ഈശോയെ, ഇത് ഞാൻ ചേർത്ത് വയ്ക്കുന്നു. ഒരു പക്ഷേ എൻ്റെ ശരീരത്തിൽ ഒരു രോഗമുണ്ട്. ഇപ്പോൾ ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാകാം. വലതുകരം വിശുദ്ധ കുർബാനയിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ ഇടതുകരം ഏത് ശരീരഭാഗത്താണോ രോഗം, ആ രോഗമുള്ള ശരീരഭാഗത്ത് ഇടതുകരം വയ്ക്കുക.
ആ രോഗം മൂലം നിന്റെ മനസ്സ് അസ്വസ്ഥമാണ്, ആ രോഗം മൂലം നിന്റെ ജീവിതം അസ്വസ്ഥമാണ്. ഇപ്പോൾ ഇടതുകരം രോഗമുള്ള ശരീരഭാഗത്താണ്. ഇതാ വചനം പറയുന്നു, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. മരുന്നോ ലേപനൌഷധമോ അല്ല, കർത്താവിൻ്റെ ശക്തിയാണ്, കർത്താവിൻ്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തുന്നത്. യേശുവേ, എൻ്റെ രോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗമുള്ള എൻ്റെ ശരീരഭാഗം സമർപ്പിക്കുന്നു. നീ ഈ രോഗത്തിൽ എനിക്ക് ശാന്തിയും സൗഖ്യവും നൽകണമേ. ഈ പ്രതിസന്ധിയിൽ എനിക്ക് ശാന്തിയും വിടുതലും നൽകണമേ. ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. കരങ്ങൾ ഹൃദയത്തോട് ചേർക്കാം. യേശുവേ, ഞങ്ങളുടെ കുടുംബം തിരുക്കുടുംബം പോലെ ആകട്ടെ. പ്രതികരിക്കാനും കുറ്റപ്പെടുത്താനും ദേഷ്യപ്പെടാനും ഒരുപാട് കാരണങ്ങളുണ്ടായിട്ടും അതെല്ലാം ശാന്തത കൊണ്ടും സ്നേഹം കൊണ്ടും പരിഹരിച്ച വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ, പരിശുദ്ധ അമ്മയെപ്പോലെ, ഹൃദയത്തിൽ സംഗ്രഹിച്ച അമ്മയെപ്പോലെ ഞങ്ങളുടെ കുടുംബവും ശാന്തതയുടെ സ്വസ്ഥതയുടെ ഇടമായിട്ട് മാറട്ടെ. യേശുവേ, ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധ ഔസേപ്പിതാവ് വഴി വിശുദ്ധ കുർബാനയിൽ ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാന്തതയുടെയും സ്വസ്ഥതയുടെയും ഇരിപ്പിടമാകണേ എൻ്റെ വീട്. 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ച് തുടർന്നു വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേപ്പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞു നിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിൻ്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.